അപ്പോൾ നമുക്ക് മാങ്ങ വെച്ചിട്ട് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് നാടൻ മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചകിരി മാങ്ങ എന്നൊക്കെ പറയും. ഇത് നമ്മൾ ചെറുതാകുമ്പോൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ടില്ലേ, ആ മാങ്ങയാണ് ഇട്ടത്. ഇത് നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ എണീറ്റ് അവിടെ കുറേ മാങ്ങ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. രാവിലെ എനിക്ക് ഏകദേശം തന്നെ പണിത് പെറുക്കി കൂട്ടുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു 8-9 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനെ ചകിരി ഇങ്ങനെ തൂങ്ങി നിൽക്കണോണ്ടാണ് തോന്നുന്നുണ്ട് ചകിരി മാങ്ങ എന്ന് ഇവിടെ പറയണത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയാമെന്ന് പറയണേ. അപ്പോൾ ഈ മാങ്ങ കാണുമ്പോൾ ഒരു നൊസ്റ്റുമാണ് അല്ലേ. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ മാങ്ങ കിട്ടിയാൽ എല്ലാം മൂച്ചിൻ്റെ വീട്ടിൽ കൂടെ പോകും. എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ മൂച്ചിൻ്റെ വീട്ടിൽ കൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനത്തെ മാങ്ങ കിട്ടിയാൽ അതിൻ്റെ കഴുകും കൂടെ അല്ല, ആ തൊലിയും കടിച്ച് തിന്നുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയേയില്ല. അപ്പം മാങ്ങ കൊടുത്താൽ തന്നെ കഴിക്കാത്ത എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ 8-9 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളത്. ഇതിലേക്ക് പച്ചമുളക് വേണ്ടവർക്ക് ചേർത്താൽ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് വേവിക്കാൻ കുറേ സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരവിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ മാങ്ങ ഒന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇതിക്ക് വേണ്ട തേങ്ങ ഞാൻ നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. അതിലേക്ക് ഞാൻ 1/2 മുറി തേങ്ങ, ഒരു 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് തേങ്ങ ഒഴിക്കാം. തേങ്ങ ഒഴിച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഒരു കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. അത് മിൽമൻ്റെ തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കണേ. പുളിയില്ല തൈര് ഒഴിക്കുമ്പോൾ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ഒരു കപ്പും കൂടെ അതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട കടുകൊന്ന് തളിച്ച് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു 4 വറ്റൽമുളക്, ഒരു 2 കറിവേപ്പിലയും, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി കറിയിൽ ചേർത്തുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ടുണ്ടോ. നമ്മൾ താളിച്ച് ലാസ്റ്റ് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏത് കറിയാണെങ്കിലും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ഇട്ടിട്ടൊന്ന് താളിച്ചൊഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ കറിക്കും നല്ല കാണാനും നല്ല ചന്തമുണ്ടാവും. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക.